നീ വന്നേ. എന്നാണ് എന്തല്ലേ തേടി തേടി ഞാൻ മടുത്തു. ഈ അണ്ണാച്ചിക്ക് എവിടെ പോകണ്ടെന്ന് ചോദിച്ചു. ഇയാള് പറഞ്ഞത് നമ്മൾ എനിക്കും, ഞാൻ പറയുന്ന മലയാളം ഇയാൾക്ക് മനസ്സിലായി. അതിനല്ലേ ഇവനുള്ളത്. എടാ നീ അണ്ണാച്ചിയോട് തമിഴിലൊന്ന് ചോദിക്കുക എവിടാ പോകേണ്ടതെന്ന്. നീ കുറെ നാള് ബീഹാറിലൊക്കെ ഉണ്ടായിരുന്നല്ലേ? അതൊക്കെ ഞാൻ ഓട്ടോമാറ്റിക് ആയിട്ട് ചോദിച്ചോളാം. എന്താ അണ്ണാച്ചി എവിടെ പോണം? இந்த வழியில ஒரு பார்ட்டி ஆபீசர் இருக்கா, செக்ரட்டரி மம்மது, அவரை கொஞ்சம் பார்க்கணும். ഓ നമ്മുടെ മമ്മദക്ക. പറഞ്ഞോട് അണ്ണാച്ചി இந்த വഴിയെ പോയി അന്ത വഴിയെ കറങ്ങി തിരിഞ്ഞ് പിരിഞ്ഞു വളഞ്ഞ് ബാക്കി നീ പറഞ്ഞോട്. എന്താ ഓട്ടോമാറ്റിക്കിന് ശരിയാകുന്നില്ലേ? എന്റെ ബാറ്ററി എന്നാ ഞാൻ പറഞ്ഞു കൊടുക്കാം. അത് വന്ന് അണ്ണാച്ചി നീ എന്തിനാടാ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്? ചുണ്ടലിയോട് പറഞ്ഞു കൊടുത്താ പോരെ, അവൻ തമിഴനൊന്നും അല്ലല്ലോ. എടാ നമ്മുടെ ഇറച്ചി വെട്ടുകാരൻ മമ്മദൊക്കെയാണ് ഈ അണ്ണാച്ചി അന്വേഷിക്കുന്നത്. ഈടാ പുതിയ പാർട്ടിക്കാരനില്ലേ, ഇതേ ഇടയ്ക്കിടയ്ക്ക് കോയമ്പത്തൂര് ബിസിനസ്സിനാന്ന് പറഞ്ഞ് പോവുകയല്ലേ അയാള്. ഓ മമ്മദക്ക. മമ്മദക്ക ആ വൃത്തികെട്ടവനാണോ? ഇപ്പൊ കൊണ്ട് എത്തിച്ചേരാം. പറഞ്ഞ ഉറുമ്പ് അടിച്ചു മാറ്റിടാ. തന്നെത്താൻ തിന്നാൻ വേണ്ടി പൊതി അയച്ച് വെച്ചിരിക്കുക അല്ലേടാ. ഇത് നിറയെ നോട്ട. അയ്യോ ഒരു തോക്കുണ്ട് കയ്യിലിരിക്കട്ടല്ലേ. പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോ ഒരു ഗമയാ. അടിപൊളി സാധനമാ. ഇതെങ്ങനെയാടാ പൊട്ടിക്കുന്നേ? ഏടാ ഇങ്ങോട്ടോ, ഞാൻ കാണിച്ചാ ഇങ്ങോട്ടോ. എടാ ഇതിന്റെ ഈ സുനാങ്കയുണ്ട്, ഇതിനകത്തോട്ട് ഇങ്ങനെ വിരലിട്ടിട്ട് കണ്ട 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 ഇവിടെ ഇതൊക്കെ വെറുതെ ഉടായ്പ സാധനല്ലേ, വെറുതെ മനുഷ്യനെ പറ്റിക്കാൻ. ചെട്ടിയാരുടെ ബാങ്ക് അടയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് കാശിടാം. അങ്ങോട്ട് താനിത് എവിടെയായിരുന്നോ? തന്നെ അന്വേഷിക്കാൻ ഇനി സ്ഥലമില്ല. ലേശം തിരക്കായി പോയി സാറേ. ഇന്നലെ ചെക്കോസ്ലോവാക്യ ഒരു കപ്പൽ വന്നിരുന്നു. നമ്മുടെ പിള്ളേര് കാണാൻ പോയിരുന്നു. വള്ളത്തേല് കുറച്ച് സാധനവന്മാര് കൊണ്ടുവന്നു. ഞാൻ നോക്കിയപ്പോ സാറടിക്കുന്ന ബ്രാൻഡിന് 2 കുപ്പി ഇരിക്കുന്നു. ഞാനതിങ്ങോട്ട് എടുത്തോണ്ട് പോകുന്നു. തിരക്കിനിടയിൽ അത് ഞാൻ പറയാൻ മറന്നുപോയി. ഇനി വാ, കൊല്ലത്തുനിന്ന് വന്നതാ. വയനാട്ടിലേക്ക് പോകുന്ന വഴിയാ. കുറച്ച് കാശിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, അതിനാ തീർത്തു. ഇനിയിപ്പോ വൈകിട്ടേ ഉള്ളൂ വണ്ടി. ഞാൻ ഇവരെയും കൊണ്ട് കറങ്ങിയാൽ ശരിയാവൂല. ഇവിടെ ആകുമ്പോ സേഫാ. തീക്കട്ടൽ ഉറുമ്പരിക്കത്തില്ലല്ലോ. വൈകിട്ട് അവരങ്ങ് പൊയ്ക്കോളൂ. കേറുവാ. നമ്മൾ തമ്മിലുള്ള ഈ അടുപ്പം ആരും അറിയണ്ട. അത് ഞാൻ സൂക്ഷിച്ചോളാം. സംഗതി അല്പം സീരിയസാ. കായലിൽ പൊങ്ങിയ ആ നേവിക്കാരന്റെ ശവത്തിന് ഇനിയും ഒരു ഉടയൻ ഉണ്ടായിട്ടില്ല. സംഭവം നടന്ന സ്ഥലത്ത് നിന്റെ ആളുകൾ ഉണ്ടായിരുന്നതിന് വ്യക്തമായ തെളിവുണ്ട്. സാറ് വിചാരിച്ചാൽ എന്തെങ്കിലും മുകളിലിരിക്കുന്നവർ നിനക്ക് നേരെ വിരൽ ചൂണ്ടിയാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരാളെ കാണിച്ചു തന്നാൽ എഴുതുന്ന കടലാസിൽ എന്തെങ്കിലുമൊക്കെ തരട് കാണിച്ച് വലിയ പണി കിട്ടാൻ നിന്നെ ഞാൻ ഊരിത്തരാം. വണ്ടിയിലിരിക്കുന്നോ മതിയോ? നേർച്ച കോഴിക്ക് എന്തിനോട് അങ്കവാലേ? ആരായാലും മതി, പക്ഷേ സമ്മതിക്കുന്ന ഒരുത്തനായിരിക്കണം. എന്നാ സാറ് വിളിച്ച് സ്റ്റേഷനിൽ പറഞ്ഞേക്ക്. ഞാൻ അവനെ റെയിൽവേ ട്രാക്കിന് അരികിൽ വിട്ടേക്കാം. അവനെ കാണുന്നില്ലല്ലോ. ആരെ? ആ രഘുവിനെ. ഫൈനാൻസുകാർക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക കാശ് വെച്ച് അവൻ ഇങ്ങോട്ട് അയക്കാമെന്നാ മൂസാക്ക പറഞ്ഞത്. അവൻ വേണമെങ്കിൽ അന്വേഷിച്ചു വരട്ടെ. കാശ് കൊടുക്കാനുള്ളതല്ലോ, തരാനുള്ളതല്ലേ. അത് ശരിയല്ല. ഒന്നാമത് നമ്മുടെ ലാലിന് താല്പര്യമുള്ള കേസല്ലത്. അതുകൊണ്ട് നമ്മൾ അവനെ അറിയാതെ വേണം ഇത് വാങ്ങിച്ചെടുക്കാൻ. കാശ് കൈമറിഞ്ഞു പോയാൽ പിന്നെ കിട്ടില്ല. നീ ഇവിടെ ഇറങ്ങിക്കോ. എനിക്ക് ശകലം മരുന്നൊരു സ്ഥലത്തെത്തിക്കാനുണ്ട്. അതുകൊണ്ടാ
കാശ് വാങ്ങിച്ചൊരു ടാക്സി വിളിച്ച് നീ അങ്ങ് പോരെ. അവന്റെ മോന്ത കണ്ടാൽ എനിക്ക് കുരുവട്ടും. അത് ശരിയാ, സൂക്ഷിക്കണം. ആള് തരികിടയാ. അഥവാ എന്തെങ്കിലും ഡൗട്ട് തോന്നിയാ എസ്കേപ്പ് ആയിക്കോണം. ടൂൾ ഉണ്ടല്ലോ കയ്യില്? ആ ഉണ്ട്. അപ്പൊ എല്ലാം പറഞ്ഞ മാതിരി. ഓക്കേ ഓക്കെ. ഇതെങ്ങോട്ടാ രാവിലെ കുളിച്ചൊരുങ്ങി കളസൊക്കെ ഇട്ടോണ്ട്? ടിക്കറ്റ് ബ്ലാക്ക് അടിക്കാൻ പോവാ. കാർത്തിയാനി വരുന്ന ചോറ് വെച്ച് വെച്ചേക്കണോന്ന് അറിയാൻ ചോദിച്ചാടാ പോത്തെ. വേറെ എങ്ങും ചോറ് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായും വരാ എന്റെ കാർത്തു. വിളവ് 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 പോടുന്നു. ഇതെന്ത് സംഭവം? ആരാ എവിടെയെങ്കിലും ചവിട്ടി തേച്ച് വൃത്തിയിലാക്കിയേ? അത് ഉണ്ണികൃഷ്ണൻ കയറിപ്പോയ കാൽപ്പാടാ. ഇവിടെ വാടി. ഞാനറിയാത്ത ഒരു കൃഷ്ണനോ? ആരാടി നിന്റെ ഉണ്ണികൃഷ്ണൻ? അതെ, ഗുരുവായൂര് പോയി കണ്ണടച്ച് നിന്ന് അങ്ങ് ധ്യാനിക്കണം. അപ്പൊ മനസ്സിൽ തെളിയും അമ്പാടി കൃഷ്ണനെ. ഇത്തരം വിശേഷ ദിവസങ്ങളൊക്കെ അവൻ ജയിലിലല്ലേടി. അപ്പൊ പിന്നെ അവനെ എങ്ങനെ അറിയാനാ? കണ്ണായിപ്പോയി. രാവിലെ തന്നെ കാർത്തികനെ കുട്ടി ലാലിനിട്ട് റേട്ടിന്റെ പണി പണിഞ്ഞല്ല. ആ കുഴപ്പമില്ല, പോകുന്ന വഴിക്ക് ഒരു ബലമാവട്ടെ. കേസ് തെഞ്ഞു മാഞ്ഞു പോയതുകൊണ്ട് എനിക്കിനി ധൈര്യമായിട്ട് നാട്ടിൽ പോകാം. ആ, ആരും അറിയാതെ ഇതുപോലെ തങ്ങാനൊരു താവളം കിട്ടിയാൽ ഞങ്ങൾ ആരെയും തട്ടും. പിരിക്കാൻ പോയൊരു തെണ്ടിയും കാണുന്നില്ലല്ലോ. കയ്യിലാണെങ്കി 10 പൈസയും ഇല്ല. നിങ്ങൾ എങ്ങനെയാ വെറുതെ പറഞ്ഞു വിടുന്നത്? വേണ്ട, എനിക്കിട്ട് തന്നതുപോലെ ഒരു പണി കൂടെ കൊടുത്തിട്ട് പറഞ്ഞു വിട്. ചവിട്ടി നിൽക്കാൻ ഇവിടെ നിന്ന് ആളായതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അറിയാലോ, എടുത്ത വാക്കിന് വെട്ടിയിട്ടേ ജോണി പിന്നെ വർത്താനമുള്ളൂ. നീ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല കാര്യം. അന്ന് നിന്നെ ഗേറ്റിന്റെ അടുത്ത് ഇറക്കി വിടുമ്പോ ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ? സൂക്ഷിക്കണം. ഇതാ രഘുവിന്റെ പണിയാണ്. ലാലൻ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യമാണ് അവൻ. അവന്റെ പെങ്ങക്കിട്ട് നീ ഉമ്മ കൊടുത്തത് ഇപ്പോഴും അവന്റെ മനസ്സിൽ കിടന്ന് തളയ്ക്കുന്നു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എന്തു വന്നാലും നമ്മൾ ഒരുമിച്ച് നിൽക്കുമെന്ന് ഞാൻ തന്ന വാക്ക് ഇവിടെ വെച്ച് മുറിക്കുന്നു. ഇനി ഞാൻ ഈ വഴിക്കില്ല. കൂടെ നിൽക്കുന്നോ പിരിയുന്നു അതൊക്കെ നിന്റെ ഇഷ്ടം. പക്ഷേ എന്നെ തെറ്റിദ്ധരിച്ചിട്ട് നീ പോകരുത്. ഒരിക്കൽ രഘുവിനെ വശമായിട്ട് നിന്റെ കയ്യിൽ ഞാൻ തരും. അന്ന് നീ അവനോട് തന്നെ ചോദിച്ച് സത്യം ബോധിച്ചു.